തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന കെപിസിസി നിർവാഹക സമിതി യോഗത്തിൽ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം. പുനഃസംഘടന ഉടൻ നടത്തി കെപിസിസിയിൽ അഴിച്ചുപണി വേണമെന്ന് എം ഹസനും വി.ഡി. സതീശനും ആവശ്യപ്പെട്ടു. യുഡിഎഫിന്റെ മദ്യനയം പാളിയെന്നും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം നയം നടപ്പാക്കിയവർക്കെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. വിവരങ്ങളുമായി എം.ആർ. സജീഷ് ചേർന്നുണ്ട്. സജീഷ്, വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. ആരൊക്കെയാണ് പ്രധാനമായും സംസാരിച്ചത്? പൊതുവിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ നടന്ന ചർച്ചകൾ എങ്ങനെയാണ്? സൗമ്യ, എ.കെ. ആന്റണി ഉൾപ്പെടെ പ്രധാനപ്പെട്ട 4 നേതാക്കൾക്കുമെതിരെ പൊട്ടിത്തെറിച്ചുള്ള വിമർശനം തന്നെയാണ് കെ.പി.സി. ഭാരവാഹി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. നേതൃമാറ്റം ആവശ്യപ്പെട്ട് എം ഹസനും രംഗത്ത് വന്നു. വി.എം. സുധീറിന്റെ മാറ്റം നേരിട്ട് ആവശ്യപ്പെട്ടാണ് ഹസൻ രംഗത്ത് വന്നിട്ടുള്ളത്. ഹസൻ കെ.പി.സി.സി. എക്സിക്യൂട്ടീവിൽ അടിമുടി പൊളിച്ചെഴുത്ത് വേണമെന്ന് ആവശ്യപ്പെട്ടു. നിലവിൽ കെ.പി.സി.സി. വൈസ് പ്രസിഡന്റാണ് ഞാൻ, എന്റെ സ്ഥാനം ഞാൻ ഒഴിവാക്കാം, എന്നാൽ കെ.പി.സി.സിയിൽ പൂർണ്ണമായി അഴിച്ചുപണി വേണം, സംഘടനാ പുനഃസംഘടന അടിയന്തരമായി വേണം എന്നും ഹസൻ ആവശ്യപ്പെട്ടു. വി.ഡി. സതീശൻ മദ്യനയത്തിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചതിനോടൊപ്പം അവസാന കാലത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഭൂമി ദാനം ഉൾപ്പെടെയുള്ള നടപടികൾ വലിയ തോതിലുള്ള പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കി. അത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി. അഴിമതി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഒരു കാരണം തന്നെയാണ് മദ്യനയം പാളി. ആ മദ്യനയം നടപ്പാക്കിയതിന്റെ പേരിൽ സ്ത്രീകൾ വോട്ട് ചെയ്തു എന്ന് നടപ്പാക്കിയവർ തന്നെ വ്യക്തമാക്കണം. നേതാക്കൾ തമ്മിലുള്ള പിണക്കമല്ലേ അത്തരം ഒരു നയത്തിലേക്ക് നയിച്ചതെന്ന ചോദ്യമാണ് വി.ഡി. സതീശൻ ഉന്നയിച്ചത്. സോളാർ ആരോപണങ്ങളിൽ നിന്ന് അനിൽകുമാറും ഉമ്മൻചാണ്ടിയും ഒഴിഞ്ഞു മാറിയെന്ന വിമർശനവും യോഗത്തിലുണ്ടായി. അത് കെ മുഹമ്മദ് കൊച്ചാണ് ആ വിമർശനം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ നേതൃത്വത്തിന്റെ മതേതര നിലപാടിൽ ആത്മാർത്ഥത ഉണ്ടായില്ലെന്ന വിമർശനവും യോഗത്തിൽ ഉയർന്നു. യോഗം ഇപ്പോഴും തുടരുകയാണ്. യോഗത്തിൽ നിന്ന് ഒറ്റപ്പാലത്ത് മത്സരിച്ച ഷാനിമോൾ ഉസ്മാൻ വിട്ടുനിന്നു. സ്ത്രീകളോടുള്ള അവഗണനയും സ്ത്രീകളെ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നതുമാണ് ഷാനിമോൾ ഉസ്മാന്റെ പ്രതികരണത്തിന് കാരണം. നാളെ ഉച്ചവരെയെങ്കിലും യോഗം തുടരും. സൗമ്യ. എം.ആർ. സജീഷാണ് വിവരങ്ങൾ നൽകിയത്. സന്തോഷ് മാധവൻ ഭൂമിദാന കേസിൽ മുൻ മന്ത്രിമാരായ അടൂർ പ്രകാശ്, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. മന്ത്രിമാരെ ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് വിജിലൻസ് സമർപ്പിച്ച ത്വരിത പരിശോധനാ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിവാദ സർക്കാർ ഉത്തരവിന് പിന്നിൽ അഴിമതി നടന്നുവെന്നാരോപിച്ച് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു സമർപ്പിച്ച ഹർജി അനുവദിച്ചുകൊണ്ടാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. മുൻ മന്ത്രിമാരായ അടൂർ പ്രകാശ്, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരുൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ വിജിലൻസ് ജഡ്ജി പി. മാധവൻ ഉത്തരവിട്ടു. അന്നത്തെ റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത, സന്തോഷ് മാധവൻ, ഐ.ടി. കമ്പനിയായ RMSZ എക്കോവേൾഡ് MD BM ജയശങ്കർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. പരാതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് ത്വരിത പരിശോധന നടത്തിയെങ്കിലും എല്ലാവരെയും കുറ്റവിമുക്തരാക്കുന്ന റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. മുൻമന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഹർജിയിൽ പരാമർശങ്ങളില്ലായിരുന്നുവെങ്കിലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കൂടി അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശിച്ചു. വിവാദ ഇടപാടിന് കുഞ്ഞാലിക്കുട്ടി അമിത താൽപര്യമെടുത്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മന്ത്രിസഭായോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്ത് കുഞ്ഞാലിക്കുട്ടി ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നു. മുൻ മന്ത്രിമാർക്കെതിരെ വിധിയിൽ കടുത്ത പരാമർശങ്ങളുണ്ട്. മുൻ മന്ത്രിമാർ തീരുമാനമെടുത്തത് തിടുക്കപ്പെട്ടെന്ന് കോടതി പറഞ്ഞു. വിജിലൻസ് ഡയറക്ടർക്കെതിരെയും വിധിയിൽ വിമർശനമുണ്ട്. ആരോപണങ്ങൾ പലതും ത്വരിത പരിശോധനയിൽ തെളിഞ്ഞിരുന്നുവെന്ന് കോടതി പറഞ്ഞു. എന്നാൽ കേസ് ഉപേക്ഷിച്ചത് ഈ ത്വരിത പരിശോധനാ റിപ്പോർട്ട് പരിഗണിക്കാതെയാണെന്ന് കോടതി കുറ്റപ്പെടുത്തി. പരാതിക്കാരനായ ഗിരീഷ് ബാബു. ആ സർക്കാരിനെ വെള്ളപൂശാനുള്ള ഒരു നടപടിയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ളത്. ആ വെള്ളപൂശൽ നടത്തിയിട്ടുള്ള ആ അന്വേഷണ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. എറണാകുളം, തൃശൂർ ജില്ലകളിലായി സന്തോഷ് മാധവന്റെ ഉടമസ്ഥതയിലുള്ള 130 ഏക്കർ ഭൂമിക്ക് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകി ഇറക്കിയ ഉത്തരവായിരുന്നു പരാതിക്ക് ആധാരം. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന മന്ത്രിസഭായോഗത്തിലെ കടുംവെട്ട് തീരുമാനങ്ങളിലൊന്നായിരുന്നു ഈ വിവാദ ഉത്തരവ്. വിവാദമായതിനെ തുടർന്ന് ഉത്തരവ് പിൻവലിച്ചെങ്കിലും ഇതിന് പിന്നിലെ ഇടപാടുകൾ ദുരൂഹമായിരുന്നു. സാലി മുഹമ്മദ്, കൊച്ചി. സന്തോഷ് മാധവൻ ഭൂമിദാന കേസിൽ IT വ്യവസായ മന്ത്രി എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്തം നിറവേറ്റുക മാത്രമാണ് ചെയ്തതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. ഇടപാട് പരിശോധിക്കണമെന്ന് നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. ഇത് നോക്കി അവർ എലിജിബിൾ ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാബിനറ്റ് ഡിസിഷൻ കൊണ്ട് അവർക്ക് ഭൂമി കിട്ടുന്നില്ല, എക്സ്റ്റൻഷൻ കിട്ടുന്നില്ല, ഒന്നുമില്ല. ഈ അജണ്ടയിൽ ക്യാബിനറ്റ് തീരുമാനിച്ച പ്രകാരമാണെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി ഉണ്ടാക്കി പരിശോധിക്കണം. അതിനുശേഷം മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ കാര്യത്തിൽ യാതൊരു കോൺസ്പിറസിയിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഫോൺ ചെയ്തതുപോലെ എൻ്റെ ഫോണിൽ നിന്ന് ഇപ്പോൾ ഈ കമ്പനിയായിട്ടല്ലാതെ, ഇതൊരു ഇന്ത്യയിലെ പ്രമുഖ കമ്പനി, അവരായിട്ടല്ലാതെ ഇതിൽ പറഞ്ഞപ്പെട്ട വേറെ പല പേരുകളുണ്ട്.
ഒരു ടെലിഫോൺ കാളെങ്കിലും ആരറ്റെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മധ്യവർത്തികളോ ആരറ്റെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ തെളിയിക്കട്ടെ. അങ്ങനെയില്ല. ഞാൻ IT മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് നേരിട്ട് അവരെൻ്റെ ഓഫീസിൽ വന്നു, എനിക്ക് പെറ്റീഷൻ തന്നു, എല്ലാവർക്കും ഉള്ളൊരു ആനുകൂല്യം ഞങ്ങൾക്കും കിട്ടണമെന്ന് പറഞ്ഞു. അത് കൊടുക്കാമോ എന്ന് ഞാൻ ക്യാബിനറ്റിനോട് ചോദിച്ചു. കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിക്ക് വിടണം എന്നുള്ളത് ഞാൻ തന്നെ റിട്ടേൺ അജണ്ടയാണ് എൻ്റെത്. വാക്കാലുള്ള അജണ്ടയൊന്നുമല്ല, റിട്ടേൺ അജണ്ടയാണ്. അത് ആണ് ഞാൻ ക്യാബിനറ്റിൽ സർക്കുലേറ്റ് ചെയ്തത്. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമുമായുള്ള ബന്ധത്തിന്റെ പേരിൽ വൻ വിവാദത്തിലായ മഹാരാഷ്ട്ര റവന്യൂ മന്ത്രി ഏക്നാഥ് ഖഡ്സെ രാജിവെച്ചു. മഹാരാഷ്ട്രയിലെ പ്രമുഖ BJP നേതാവും ഫഡ്നാവിസ് മന്ത്രിസഭയിലെ രണ്ടാമനുമാണ് ഖഡ്സെ. പൂനെയിൽ കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി ചുളുവിലയ്ക്ക് ഖഡ്സെ കൈക്കലാക്കിയിരുന്നു. വ്യവസായ വകുപ്പിന് കീഴിലുള്ള 40 കോടി വില വരുന്ന 3 ഏക്കർ ഭൂമി ഖഡ്സെ ബിനാമി പേരിൽ വാങ്ങിയെടുത്തത് 3.25 കോടി രൂപയ്ക്കാണ്. കറാച്ചിയിലെ വസതിയിൽ നിന്നുമുള്ള ദാവൂദ് ഇബ്രാഹിമിന്റെ നിരവധി ഫോൺ കോളുകൾ ഖഡ്സെയുടെ മൊബൈൽ ഫോണിലെത്തിയിരുന്നു. ഇത്തരം ആരോപണങ്ങളുടെ പേരിൽ ഖഡ്സെ കടുത്ത രാജ്യസമ്മർദ്ദം നേരിട്ടിരുന്നു. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ BJP പരിഗണിച്ചിരുന്ന നേതാവാണ് ഏകനാഥ് ഖഡ്സെ. പരവൂർ വെടിക്കെട്ട് കേസിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്ന് കമ്മീഷണർ P. പ്രകാശിന്റെ മൊഴി. നിയമാനുസൃതമായാണ് പോലീസ് പരവൂരിൽ പ്രവർത്തിച്ചത്. വെടിക്കെട്ടിന് പോലീസ് അനുമതി നൽകിയിരുന്നില്ലെന്നും കമ്മീഷണർ വ്യക്തമാക്കി. വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ മൊഴിയും കമ്മീഷൻ രേഖപ്പെടുത്തുന്നു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വിശദാംശങ്ങൾ. സൗമ്യ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ് ഈ കേസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യത്തിൽ അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ പീതാംബരക്കുറുപ്പ് ഇതിൽ ഇടപെട്ടിരുന്നു എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. പിന്നീട് അമ്പല കമ്മിറ്റി ഭാരവാഹികളാണ് ദേശീയ അന്വേഷണ സംഘത്തിന് മുമ്പാകെ പീതാംബരക്കുറുപ്പിന്റെ ഇടപെടലിനെ സംബന്ധിച്ച് മൊഴി നൽകിയത്. അതേസമയം രാഷ്ട്രീയ ഇടപെടൽ ഇല്ലായിരുന്നു എന്നാണ് ഇന്ന് മൊഴി നൽകിയ P. പ്രകാശിന്റെ വാദം. അതിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്, കമ്പം നടത്തുന്നതിന് അനുമതി നൽകിയിരുന്നില്ല എന്നും P. പ്രകാശ് പറഞ്ഞു. ഇപ്പോൾ കൊല്ലം ജില്ലാ കളക്ടർ ഷൈമ മോൾ ഇപ്പോൾ മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് കമ്പം നടത്തരുത് എന്ന നിലയിലായിരുന്നു. അതിനുള്ള ഉത്തരവും അത് അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഉത്തരവാണ് ജില്ലാ ഭരണകൂടത്തിന്റേത്. അതേസമയം പോലീസാണ് ഇതിൽ രണ്ടാമത് ഈ ഉത്തരവ് വന്നതിന് ശേഷം അനുമതി നൽകാവുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇത് ജില്ലാ ഭരണകൂടം അംഗീകരിച്ചില്ല. ഈ സാഹചര്യത്തിൽ കൂടി ജില്ലാ കളക്ടറുടെ ഇതിലെ മൊഴി ശ്രദ്ധേയമാവും. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മധുരയിൽ സംഘർഷത്തിൽ മരിച്ചവരിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ രാംബ്രിഷ് യാദവും കൊല്ലപ്പെട്ടതായി സംശയം. നേതാവ് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന് ഉത്തർപ്രദേശ് പോലീസ് DGP വ്യക്തമാക്കി. അതേസമയം മധുര സംഘർഷത്തിനിടെ സിനിമാ ചിത്രീകരണ രംഗം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത് വിവാദത്തിലായ സ്ഥലം MP ഹേമമാലിനി പരിക്കേറ്റവരെ സന്ദർശിച്ചു. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന് ഹേമമാലിനി ആവശ്യപ്പെട്ടു. മധുരയിലെ ജവഹർ ബാഗിൽ കൊല്ലപ്പെട്ട 24 പേരിൽ 4 മൃതദേഹങ്ങൾ തിരിച്ചറിയാനായിട്ടില്ല. ഇവരിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ രാംബ്രിഷ് യാദവും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അന്തരിച്ച ആൾദൈവം ബാബാജയ് ഗുരുദേവിന്റെയും നേതാജിയുടെയും അനുയായികളെന്ന് അവകാശപ്പെട്ട വൈചാരിക് ക്രാന്തി സത്യാഗ്രഹ സംഘടനയുടെ നേതാവാണ് രാംബ്രിഷ് യാദവ്. സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ രാംബ്രിഷ് യാദവ് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും DGP വ്യക്തമാക്കി. ജവഹർ ബാഗ് പാർക്കിൽ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. പ്രക്ഷോഭം നടത്തിയ മുഴുവൻ ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. അതേസമയം മധുരയിൽ വൻ സംഘർഷം നടക്കുമ്പോഴും അവിടുത്തെ ലോക്സഭാംഗവും നടിയുമായ ഹേമമാലിനി തന്റെ സിനിമാ ചിത്രീകരണ രംഗങ്ങൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതിലുള്ള പ്രതിഷേധം പുകയുകയാണ്. സ്വന്തം മണ്ഡലത്തിലെ വൻ സംഘർഷം പോലും അറിയാത്ത ഹേമമാലിനി BJPയുടെ യഥാർത്ഥ മുഖമാണ് വ്യക്തമാക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുകയല്ല വേണ്ടതെന്നും 48 മണിക്കൂർ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് സ്ഥലത്തെത്താത്തത് എന്താണെന്നും ഹേമമാലിനി പ്രതികരിച്ചു. സംസ്ഥാനത്തെ ക്രമസമാധാനം സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്നും സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നും ഹേമമാലിനി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജിഷ വധക്കേസ് അന്വേഷണം വിലയിരുത്തുന്നതിനായി DGP ലോക്നാഥ് ബെഹ്റ പെരുമ്പാവൂരിലെത്തും. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ADGP B സന്ധ്യ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി DGP ചർച്ച നടത്തും. ജിഷയുടെ കുറുപ്പുമടിയിലെ വീടും DGP ബെഹ്റ സന്ദർശിച്ചേക്കും. ജിഷ വധക്കേസ് അന്വേഷണത്തിൽ നേരിട്ട് മേൽനോട്ടം വഹിക്കുമെന്ന് DGP ആയി ചുമതലയേറ്റ ശേഷം ബെഹ്റ പറഞ്ഞിരുന്നു. ബോക്സിംഗ് ഇതിഹാസവും മുൻ ലോക ഹെവിവെയ്റ്റ് ചാമ്പ്യനുമായ മുഹമ്മദ് അലി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. പാർക്കിൻസൺ രോഗബാധിതനായിരുന്നു. US-ലെ അരിസോണിലാണ് അന്ത്യം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദീർഘനാളായി പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്ന ഇദ്ദേഹത്തെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1981-ലാണ് ബോക്സിംഗ് റിംഗിനോട് അദ്ദേഹം വിട പറഞ്ഞത്. ബോക്സിംഗ് ചക്രവർത്തി എന്ന് ലോകം വിളിച്ച മുഹമ്മദ് അലിയെ വ്യത്യസ്തമാക്കുന്നത് രാഷ്ട്രീയ മാനുഷിക വിഷയങ്ങളിൽ അദ്ദേഹം കൈക്കൊണ്ട നിലപാടുകളായിരുന്നു.
വർണ്ണവെറിക്കെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും ജീവിതത്തിലുടനീളം മുഹമ്മദ് അലി നടത്തിയ ധീരമായ പോരാട്ടമായിരുന്നു ആരാധന ഹൃദയങ്ങളിൽ ഇടം നേടിക്കൊടുത്തത്. It's why I know I'll win. I said that I'm going to be a man. I'm going to fight it legally. If I lose it, I'm just going to jail. ഒരു കായിക താരത്തിൽ നിന്ന് അധിനിവേശ രാഷ്ട്രീയത്തിന്റെ പ്രതിരോധകൻ എന്ന നിലയിലുള്ള വളർച്ചയാണ് മുഹമ്മദ് അലി എന്ന കാഷ്യസ് ക്ലേയെ ലോകം വാഴ്ത്തുന്നവനാക്കിയത്. Fresher than whole, riddle me that. The rest of y'all know where I'm lurking, yeah. Can't none of y'all mirror me back. Yeah, hear me rap, it's like hand G rapping his prime. ബോക്സിംഗ് റിംഗിൽ എതിരാളിയെ ഇടിച്ച ഓരോ ഇടിയും അമേരിക്കൻ അധിനിവേശത്തിന്റെയും വർണ്ണവിവേചനത്തിന്റെയും മുഖത്തേക്കുള്ള ശക്തമായ പഞ്ചാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തപ്പോഴാണ് മുഹമ്മദ് അലി ഒരു യഥാർത്ഥ താരമായത്. കറുപ്പിൽ നിന്നും മുളച്ചുപൊന്തിയ ഒരു വടവൃക്ഷം തന്നെയായിരുന്നു മുഹമ്മദ് അലി. 1942 ജനുവരി 17 അമേരിക്കയിലെ കെന്റുക്കിയിലുള്ള ലൂയിസ് വില്ലയിൽ ജനിച്ച കാഷ്യസ് ക്ലേയെ മുഹമ്മദ് അലിയാക്കി തീർത്തത് അമേരിക്കയിൽ നടമാടിയ വർണ്ണവിവേചനമായിരുന്നു. പോരാട്ടം നിറഞ്ഞ ഭാവി ജീവിതത്തിന് ക്ലേ കരുത്തു നേടിയത് ഈ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ്. വീടിനടുത്തുള്ള ജിംനേഷ്യത്തിൽ ബോക്സിംഗ് പരിശീലനം കാണാൻ പോയ ക്ലേ യാദൃച്ഛികമായാണ് പരിശീലനം ആരംഭിക്കുന്നത്. പരിശീലനം ആരംഭിച്ച് 6 ആഴ്ച പിന്നിട്ടപ്പോൾ ക്ലേ ബോക്സിംഗ് റിംഗിൽ തന്റെ ആദ്യ ജയം നേടി. പിന്നീട് തന്റെ മുഴുവൻ സമയവും ഊർജവും ക്ലേ ബോക്സിംഗിനായി മാറ്റിവെച്ചു. 18 വയസ്സായപ്പോഴേക്കും അദ്ദേഹം 108 അമേച്വർ ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞിരുന്നു. കെന്റുക്കി ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെന്റ് കിരീടം 6 തവണയും നാഷണൽ ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെന്റ് കിരീടം 2 തവണയും നേടി. 1960 കാഷ്യസ് ക്ലേ റോം ഒളിമ്പിക്സിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സിൽ എതിരാളികളെ നിലം പരിശാക്കി ക്ലേ അനായാസം ഫൈനലിലെത്തി. 3 തവണ യൂറോപ്യൻ ചാമ്പ്യനും 1956 ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവുമായ സിഗ്നു പിയാട്രിഗോസ്കിയായിരുന്നു ഫൈനലിൽ എതിരാളി. എങ്കിലും 3ാമത്തെ റൗണ്ടിൽ തന്നെ ക്ലേ വിജയിച്ചു. വെള്ളക്കാർക്ക് മാത്രം എന്ന് രേഖപ്പെടുത്തിയ റെസ്റ്റോറന്റിൽ മുഹമ്മദ് അലിക്ക് സേവനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ഒളിമ്പിക് ഗോൾഡ് മെഡൽ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. മനുഷ്യനെ ഒന്നായി കാണാൻ കഴിയാത്ത ഭരണകൂടത്തോടുള്ള പ്രതികാരമായിരുന്നു അത്. അമേരിക്കയുടെ വിയറ്റ്നാം അധിനിവേശ സേനയിൽ അംഗമാകണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ സർക്കാർ അയച്ച കത്ത് സ്വീകരിക്കാതെ അതിന് വികാരനിർഭരമായ മറുപടിയാണ് അദ്ദേഹം അയച്ചത്. ഇതേ തുടർന്ന് അമേരിക്കൻ സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. $10,000 പിഴയിട്ട് 5 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. പ്രതികാരം തീർക്കാൻ അമേരിക്കൻ സ്പോർട്സ് കൗൺസിലിലെ അദ്ദേഹത്തിന്റെ അംഗത്വം നീക്കം ചെയ്തു. തനിക്കറിയാവുന്ന തൊഴിൽ നഷ്ടമായതോടെ മുഹമ്മദ് അലിക്ക് നിത്യവൃത്തിക്ക് വകയില്ലാതായി. എങ്കിലും പണത്തിനും പ്രശസ്തിക്കും മുൻഗണന നൽകാതെ ആദർശത്തിൽ ഉറച്ചുനിന്ന് കറുത്തവർഗക്കാരായ അമേരിക്കൻ ആഫ്രിക്കൻ വംശജരുടെ മോചനത്തിനു വേണ്ടി ക്ലേ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ന്യൂസ് ഡെസ്ക്. മലബാറിന്റെ വികസനത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ത്രീ സുരക്ഷയ്ക്കായി ഫലപ്രദമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയായ ശേഷം ജന്മനാട്ടിലെത്തിയ പിണറായി വിജയന് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ജന്മനാട്ടിലെത്തിയ പിണറായി വിജയന് പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലും പിണറായിയിലും ലഭിച്ചത്. വീട്ടിലെത്തിയ ശേഷം അദ്ദേഹം LDF തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിനിടെ RSS പ്രവർത്തകർ ബോംബെറിഞ്ഞ് ലോറി കയറ്റി കൊലപ്പെടുത്തിയ ചേരിക്കലിലെ രവീന്ദ്രന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് സമാശ്വസിപ്പിച്ചു. പിന്നീട് പിണറായി RC അമല ബേസിക് UP സ്കൂളിൽ പൗരാവലിയൊരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങി. വൈകാരികമായിരുന്നു സ്വീകരണ യോഗത്തിലെ പ്രസംഗം. മോശമായത് എന്തെല്ലാം ചാർത്തിത്തരാമോ അതെല്ലാം നേരത്തെ ചാർത്തി കിട്ടിയ ഒരാളാണ് ഞാനെന്ന് കേരളീയ സമൂഹത്തിലറിയാം. പക്ഷേ കല്ലും നെല്ലും പതിരുമൊക്കെ തിരിച്ചറിയാനുള്ള ജനങ്ങളുടെ അസാമാന്യമായ ബോധം ഈ ഘട്ടത്തിൽ പ്രകടമാകുന്നത് നാം കാണുകയുണ്ട്. നാടും നാട്ടുകാരും വലിയ തോതിലുള്ള സ്നേഹമാണ് എന്നിൽ വാരിച്ചൊരിഞ്ഞത് എന്നതാണ് യാഥാർത്ഥ്യം. സ്ത്രീ സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലാതാക്കി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഫലപ്രദമായ നടപടികൾ LDF സർക്കാർ സ്വീകരിക്കും എന്നും അവഗണിക്കപ്പെട്ട മലബാർ മേഖലയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും പിണറായി പറഞ്ഞു. വികസനം വേണ്ട രീതിയിൽ വന്നിട്ടില്ലാത്ത ഒരു മേഖലയാണ് ഇന്നും മലബാർ. ആ കാര്യത്തിൽ LDF സർക്കാർ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതും നമ്മുടെ നാടിന്റെ പ്രതീക്ഷക്കനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. പ്രതീക്ഷ നിറവേറ്റാൻ പ്രതിബദ്ധതയുള്ള സർക്കാരാണിതെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. LDF വിജയാഹ്ലാദ പ്രകടനത്തിനിടെയുണ്ടായ RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ധർമ്മടം മണ്ഡലത്തിലെ ചേരിക്കൽ രവീന്ദ്രന്റെ വീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. ഭാര്യ കമല, KK രാഗേഷ് MP എന്നിവരും പിണറായിക്കൊപ്പം ഉണ്ടായിരുന്നു.